അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവനെന്താ നന്നാവാത്തത്? ഇവനെന്താ ഇങ്ങനെ? ഒന്ന് കേട്ടു നോക്കി. അലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖനാ മടവൂർ വലി പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസ്ലായ നൂറേ ശൈഖനാ മടവൂർ വലി രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി സിറിനും സിറായ സിറേ ശൈഖനാ മടവൂർ വലി. ഇതിങ്ങനെ ഒരു ഉളുപ്പില്ലാത്ത മോയന്ത് എന്താണ് ഇവൻ പറയുന്നത്? എന്താ ഇവൻ പറയുന്നത്? അർശിൻ്റെ അധിപനായ മാലിക്കുൽ മുൽക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാലിക്കുൽ മുൽക്കായെന്ന അധികാരം ശൈഖുനാ മടവൂരിന് കൊടുത്തിട്ടുണ്ട് എന്ന് കുരുവട്ടൂരി വാദം. ആ വാദമാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കും വേണ്ടിയിട്ടാണ് ഈ കറുത്ത തൊപ്പിയും കറുത്ത തലയെക്കെട്ടും കെട്ടിയിട്ട് ഈ കണ്ടാൽ തന്നെ ഞാൻ പറയാറുള്ള പോലെ ഷിയ എന്ന് വിളിച്ചോതുന്ന ഈ രൂപത്തിൽ ഇവൻ പാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഷിയ വിശ്വാസം പ്രചരിപ്പിക്കാനാണ് കുരുവട്ടൂരികൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നല്ല ട്യൂണും ഗാനവും കൊടുത്തിട്ടാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അർശിൻ്റെ അധിപനായ മാലിക്കുൽ മുൽക്കായ. ഇനിയിപ്പോൾ എന്താ ബാക്കിയല്ല ഈ പറഞ്ഞ ഈ ഒരു 40 സെക്കൻഡിൽ ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്? എല്ലാം പറഞ്ഞു. ഇതിന് വേറെ അർത്ഥങ്ങളുണ്ടാവും. ഏതർത്ഥമുള്ളത്? ഉള്ളവരൊന്ന് വിശദീകരിക്കുക. ഏതർത്ഥമുള്ളത് കുരുവട്ടൂരി ആശയത്തിന്? എന്താ ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കൂടുതൽ പറയുന്നത് സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകളെ പ്രകോപനം കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇവൻ പറയുന്ന ഈ ഷിയായിസത്തിനെതിരെ നമ്മൾ പ്രതികരിക്കും. അത് ചിലപ്പോൾ വൈകാരികമായി പോവും. ഏതാണെങ്കിലും ഇജാദിക്ക് നോളത്തരം ഊളത്തരം പാടി വിടുമ്പോൾ സത്യത്തിൽ വിശദീകരിക്കാൻ കഴിയാത്ത നൗഷാദ് പോലും പെടാറുണ്ട്. ലാസ്റ്റ് നൗഷാദ് പറയാറുള്ളത് നമ്മളാളൊന്നുമില്ല, ആരെ പറഞ്ഞു നമ്മളാളാന്ന്, നമ്മളെ മെമ്പർഷിപ്പ് പോലും ഇല്ലാന്ന്. അതിന് ഈ കുരുവട്ടൂരുകൾക്ക് അല്ലെങ്കിൽ അവൻ്റെ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലല്ലോ. കണ്ട അണ്ടനും മടകോടനൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചതാണല്ലോ ഈ പറഞ്ഞ കുരുവട്ടൂരി മതം. അതിൻ്റെ പ്രചാരകനാണ് ഇവൻ. എന്തെല്ലാം പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഷെയ്ഖുനാൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആളായാൽ മതി, മെഷായിഖന്മാരുടെ ആളായാൽ മതി, എന്തും പറയാം, എന്തും ചെയ്യാം, എന്ത് തമാടിത്തരം ചെയ്യാം, മെഷായിഖിൻ്റെ ആളായാൽ മതി എന്താ പറയുന്നത്. മെഷായിഖിൻ്റെ ആളുകൾ ഓരോരുത്തരുടെ അവസ്ഥ ഉണ്ടല്ലോ, എടുത്ത് പറയുക നല്ലത്. എന്താ ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെയ്യുക? ഞാൻ നേരത്തെ ഇവനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉളുപ്പും കഥയില്ലാത്ത അന്തല്ലാത്ത ഇവനെപ്പോലത്തെ ആൾക്കാർ തൊള്ളയിൽ കൂടെ വരുന്നതൊക്കെ ഗോതക്ക് പാട്ട് പറഞ്ഞതിൽ പാടി വിടുന്നതൊന്നും ദീനാന്ന് മനസ്സിലാക്കരുത്. പക്ഷേ ഇവിടെയൊക്കെയുള്ള വിഷയം എന്താ വെച്ചാൽ പുത്തനാശക്കാരായ ആളുകൾ വഹാബി മൗദൂദികളൊക്കെയും പാടിയിട്ട് ഇതൊക്കെ സമസ്തൻ്റെ തലയിൽ വെച്ചിട്ടും സുന്നത്തി ജമാഅത്തിൻ്റെ വിഷയം പറയണരുത്. വാസ്തവത്തിൽ ഷിയാബട്ടൂരിസം ഇവിടെ കേരളത്തിൽ പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിവരെ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ 13 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവരെ കുന്നിക്ക് പിടിച്ച് പുറത്താക്കിയിടുന്ന് പോലും തിരിയാത്തവരാ ഈ വഹാബി ഇവൻ്റെ ഓരോ വാദങ്ങൾ എടുത്തിട്ട് കണ്ടോ ഇതല്ലേ സമസ്ത പറയുന്നതെന്ന് പറയും. ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് പൊതുവിൽ ആദർശം പറയുന്ന നേരത്ത്. അതുകൊണ്ടാണ് ഈ കുരുവട്ടൂരി മതത്തെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കുരുവട്ടൂരിസം അത് ഒരു പ്രസ്ഥാനമല്ല, അതൊരു മതം തന്നെയാണ്. അതിൻ്റെ പ്രചാരകരൊക്കെ കള്ളത്വരീക്കത്തിൻ്റെ ആൾക്കാരും മെഷായഖന്മാർ എന്ന് പറയുന്നത് ആരാ പരിശീലനമുള്ളത്? 5 വക്ത് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒന്ന് അയക്കൂട്ടത്തിലൊന്ന് ചൂണ്ടാൻ പറ്റിയതുണ്ടോ? ഉണ്ടെങ്കിൽ പറയും ഇന്ന ആളങ്ങനെ ശരീഅത്ത് പിൻപറ്റുന്ന ഒരാളാണെന്നുള്ളത്. അതൊന്നുമില്ല. മൗലൂദിൻ്റെ വെള്ളിയാഴ്ച ദിവസം പോലും ജുമയ്ക്ക് പോകാതെ മക്ബറിയിൽ മൗലൂദും ചൊല്ലി ഇരിക്കുകയാണെന്നാണ് കേട്ടത്. ഇന്നലെ ആൾക്കാർ ജുമ കഴിഞ്ഞ് ഇറങ്ങുന്ന നേരത്ത് പിടിക്കപ്പെട്ടു എന്നിവരെ മുമ്പ് പറയപ്പെട്ടിരുന്നു. ആളെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ പറഞ്ഞ ആളാണെങ്കിലോ ഈ ഷെയ്ഖിൻ്റെ ഖാദിമുമാണ്, അളിയനുമാണ്, ഒക്കെയാണ് എന്നും പറയപ്പെടുന്നു നാട്ടുകാർ. ഇങ്ങനെയൊക്കെ ആൾക്കാരാണ്. നിസ്കാരം നോമ്പിലൊന്നും പ്രാമുഖ്യമില്ല. ഷെയ്ഖിൻ്റെ ആളാന്ന് പറഞ്ഞ് മക്ബറിയിൽ പച്ച ചൊല്ലിയിട്ട് മേപ്പെട്ട് നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതി. 5 വെല്ലുമ്പോൾ 10 മൂതരും ഇട്ട് കണ്ട് എന്താപ്പോൾ നല്ല സുഖമല്ലേ? റമദാൻ മാസമാണെങ്കിൽ പള്ളർച്ചി തിന്നും ചെയ്യാം. റമദാൻ മാസം ഷെയ്ഖെന്ന് പറയപ്പെടുന്ന ഒരാൾ കോഴി ബിരിയാണി കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളർച്ചി തിന്നാന്നാണ്. പള്ളർച്ചി തിന്ന നോമ്പ് മുറിയില്ല എന്ന് മാത്രമല്ല, ആ
തിന്നാത്ത 29 ദിവസം നോറ്റിനെയും കാട്ടിയും അള്ളാഹിൻ്റെ അടുത്ത് മക്ബൂലുള്ളത് തിന്ന നോൻപിനാണെന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിച്ച മൊയന്താളാണ്. ഇപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു മാറ്റർ